നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസങ്ങളിലൊന്നാണ് സൂപ്പർമാസീവ് തമോദ്വാരങ്ങൾ. ഗാലക്സികളുടെ കേന്ദ്രത്തിലുള്ള സൂപ്പർമാസീവ് തമോദ്വാരങ്ങൾ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിലെ പ്രധാന വിഷയമാണ്. MRK 501 എന്ന ഗാലക്സിയിൽ ഒരു പുതിയ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. ഇത് തമോദ്വാര ലയനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിൽക്കെ ബിറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഈ സുപ്രധാന കണ്ടെത്തലിനു പിന്നിൽ. മാർക്കാരിയൻ 501-ൽ വളരെ അടുത്ത് ഭ്രമണം ചെയ്യുന്ന രണ്ട് സൂപ്പർ മാസീവ് തമോദ്വാരങ്ങൾക്ക് നേരിട്ടുള്ള തെളിവുകളാണ് ഇവർ കണ്ടെത്തിയത്. ലയിക്കാൻ പോകുന്ന ഒരു ജോഡിയെ ആദ്യമായി കണ്ടെത്തിയത് ഗാലക്സി പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നു. നമ്മുടെ സൂര്യന്റെ ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇരട്ടിപ്പിണ്ഡം നേടാൻ തമോദ്വാരങ്ങൾ പരസ്പരം ലയിക്കേണ്ടത് അനിവാര്യമാണ്. പ്രപഞ്ചത്തിലുടനീളം താരാപഥ കൂട്ടിയിടികൾ സാധാരണമാണ്. ഇത് അവയുടെ കേന്ദ്രങ്ങളിലെ തമോദ്വാരങ്ങൾ ലയിക്കുന്നതിന് കാരണമാകുന്നു. ഈ ലയനത്തിന്റെ അവസാനഘട്ടം സൈദ്ധാന്തിക മോഡലുകൾക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. MRK 501-ന്റെ കേന്ദ്രത്തിലുള്ള തമോദ്വാരം പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന കണികകളുടെ ശക്തമായ ഒരു ജെറ്റ് പുറന്തള്ളുന്നു. 23 വർഷത്തെ നിരീക്ഷണ ഡാറ്റ വിശകലനം ചെയ്തപ്പോൾ ഒരു ജെറ്റ് മാത്രമല്ല, രണ്ടാമതൊരു ജെറ്റ് കൂടിയുണ്ടെന്ന് കണ്ടെത്തി. ഇതൊരു ഗാലക്സിയുടെ കേന്ദ്രത്തിലെ അത്തരമൊരു സംവിധാനത്തിന്റെ ആദ്യത്തെ നേരിട്ടുള്ള ചിത്രമാണ്. ഇത് രണ്ടാമത്തെ തമോദ്വാരത്തിന്റെ നിലനിൽപ്പിന് വ്യക്തമായ സൂചന നൽകുന്നു. ഈ രണ്ട് തമോദ്വാരങ്ങൾ പരസ്പരം അടുത്ത് ഭ്രമണം ചെയ്യുന്ന അതിശയകരമായ ഒരു നൃത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. ചില ആഴ്ചകൾക്കുള്ളിൽ രണ്ടാമത്തെ ജെറ്റിന്റെ ചലനത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിരീക്ഷിച്ചു. ഇത് വലിയ തമോദ്വാരത്തിനു ചുറ്റും ഘടികാരദിശയ്ക്ക് എതിർദിശയിൽ കറങ്ങുന്നു. 2022 ജൂണിൽ ഒരു ദിവസം സിസ്റ്റം പുറത്തുവിടുന്ന വികിരണം വളയരൂപത്തിൽ ഐൻസ്റ്റീൻ വളയം നമ്മിലേക്കെത്തി. ഇത് ഗുരുത്വാകർഷണ ലെൻസിംഗ് മൂലമാകാം. തമോദ്വാരങ്ങൾ ലയിക്കാൻ എത്ര സമയമെടുക്കുമെന്നും ഗവേഷകർ വിലയിരുത്തുന്നു. ജെറ്റുകളുടെ തിളക്കത്തിലെ പാറ്റേണുകൾ വിശകലനം ചെയ്തതിലൂടെ തമോദ്വാരങ്ങൾ ഏകദേശം 121 ദിവസത്തെ കാലയളവിൽ പരസ്പരം ഭ്രമണം ചെയ്യുന്നതായി കണ്ടെത്തി. അവയുടെ യഥാർത്ഥ പിണ്ഡത്തെ ആശ്രയിച്ച് 100 വർഷം പോലുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ അവ ലയിക്കാൻ സാധ്യതയുണ്ട്. ഗാലക്സി പരിണാമത്തിലെ ഈ പ്രധാന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ കണ്ടെത്തൽ ഒരു അദ്വിതീയ അവസരം നൽകുന്നു.